ഒരു ഭാഗത്ത് കലാരംഗത്തെ തലതൊട്ടപ്പന്മാർ വരെ വിശ്വാസത്തിന് പുറത്ത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുത്തപ്പോൾ ഇന്ത്യൻ മതേതരത്വം ചേർത്ത് പിടിച്ച് മലയാളത്തിലെ എണ്ണം പറഞ്ഞ താരങ്ങൾ. രജനീകാന്തും അമിതാഭ് ബച്ചനുമൊക്കെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പങ്കുവെച്ച് നിലപാട് വ്യക്തമാക്കി മലയാള ചലച്ചിത്ര താരങ്ങളും ആക്ടിവിസ്റ്റുകളും. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങുന്ന ആമുഖത്തിന്റെ ചിത്രമാണ് സംവിധായകൻ ആഷിഖ് കപൂർ, നടിമാരായ പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ തുടങ്ങിയവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. നമ്മുടെ ഇന്ത്യ എന്നെഴുതി കൂപ്പ് കൈകളുടെ ഇമോജി ചേർത്താണ് പാർവതി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ഇന്ത്യ പരമാധികാര, സ്ഥിതിസമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ആഷിഖ് കപൂറും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമെന്ന് റിമയും ചിത്രത്തിനൊപ്പം കുറിച്ചു. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ശീതൾ ശ്യാമും ഇൻസ്റ്റാഗ്രാമിൽ ഇതേ പോസ്റ്റ് പങ്കിട്ടു. താരങ്ങളുടെ പോസ്റ്റിനെ അനുകൂലിച്ചും എതിർത്തും ധാരാളം പേർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആർ മാധവൻ, ഗായകൻ സോനു നിഗം, നടൻ അക്ഷയ് കുമാർ, അർജുൻ രാംപാൽ, വിവേക് ഒബ്രോയ്, റിതേഷ് ദേശ്മുഖ് തുടങ്ങി വൻ താരാവലി തന്നെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ആശംസ അറിയിച്ചു. കേരളത്തിൽ നിന്ന് PT ഉഷയടക്കം 20 പ്രമുഖരും 22 സന്യാസിമാരും ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും പുറത്തുമായി ആകെ 8000 പേർക്കായിരുന്നു ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചത്. താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചടങ്ങിന്റെ മുഖ്യ യജമാനൻ. ഒരു ഭാഗത്ത് വിശ്വാസവും മറുഭാഗത്ത് മതേതരത്വവും. ഇന്ത്യൻ മതേതരത്വത്തിന് കൂച്ചുവിലങ്ങിയിട്ട് ബാബരി പൊളിച്ച് ക്ഷേത്രം പണിയുമ്പോൾ ഇന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുന്ന ദിനമാകും. ഒരേ സമയം നീതി നിഷേധത്തിന്റെയും ആചാരവിശ്വാസത്തിന്റെയും പേരിൽ ഈ ദിനം ഓർക്കപ്പെടും.